പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അസാമിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ ഒരു വലിയ സംഭവം ഉണ്ടായി. നമ്മുടെ മാധ്യമങ്ങളും ഒരുപക്ഷെ ദേശീയ മാധ്യമങ്ങളും പലതും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അസമിന് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന അസമിന് 3000 കോടിയുടെ സഹായം കൊടുക്കുന്നു, ഇത് ഫ്രീ ബീസാണ്, ഇത് കൈക്കൂലിയാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണല്ലോ നമ്മുടെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും അച്ചടി മാധ്യമങ്ങൾ. എന്ത് നല്ല കാര്യം ചെയ്താലും അതിൻ്റെ മോശവശം കാണാൻ വേണ്ടിയിരിക്കുകയാണ്. ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നുള്ള രീതിയിലുള്ള ക്ഷുദ്രജീവികളായിട്ടിരിക്കുകയാണ് നമ്മുടെ പല പത്രമാധ്യമങ്ങളും എന്നുള്ള കാര്യം നിസ്തർക്കമാണ്. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താണെന്നാണ് ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് എയർഫോഴ്സ് നൽകുന്ന വിമാനമായ C-130J, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ആ മനോഹരമായിട്ടുള്ള വിമാനത്തിലാണ് അങ്ങോട്ട് യാത്ര തിരിച്ചത്. സാധാരണഗതിയിൽ ദിബ്രുഗഡ് വിമാനത്താവളത്തിലോ ഗുവാഹത്തി വിമാനത്താവളത്തിലോ, അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ, ഏത് പ്രധാനമന്ത്രിയായാലും രാഷ്ട്രപതിയായും ചെന്നിറങ്ങാറ് പതിവ്. അതിനടുത്ത് തന്നെ എയർഫോഴ്സിൻ്റേതായിട്ടുള്ള പ്രത്യേകമായിട്ടൊരു വിമാനത്താവളമുണ്ട്. ഇത് 3 ഉള്ളു വിമാനത്താവളങ്ങളായിട്ടുള്ളത്. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നിറങ്ങിയത് ഇവിടെയെങ്ങുമല്ല. അദ്ദേഹത്തിൻ്റേത് ഒരു എമർജൻസി ലാൻഡിംഗ് ആയിരുന്നു, അടിയന്തരമായ ഇടിച്ചിറക്കൽ. അതാരും കണ്ടില്ല. എന്തുകൊണ്ട് അങ്ങനെ ഒരു അടിയന്തരമായിട്ടുള്ള ലാൻഡിങ് വന്നു? വളരെ എമർജൻസി വരുന്ന സന്ദർഭങ്ങളിൽ അതിൽ ഗ്യാസോലിൻ ഇല്ലാതായോ, പെട്രോൾ ഇല്ലാതായോ. പെട്രോൾ എന്ന് പറയുന്ന തൊട്ടടുത്ത ദിബ്രുഗഡ് എന്ന് പറയുന്ന പെട്രോൾ ഖനനം നടത്തുന്ന സ്ഥലമാണ്. ഇനി അങ്ങനെ ഒരു എമർജൻസി ലാൻഡിങ് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, തൊട്ടടുത്ത് ചൈന സൈനിക നീക്കം നടത്തുന്ന അതിർത്തി പ്രദേശമാണ്. അങ്ങനൊരു സ്ഥലത്ത് ചെന്ന് പൊതുനിരത്തിൽ ആണ് അദ്ദേഹം ഇറങ്ങിയത്, ലാൻഡ് ചെയ്തത്, എമർജൻസി ലാൻഡിങ്. പക്ഷേ അതൊരു ക്രാഷ് ലാൻഡിങ് ആയിരുന്നില്ല. ഒരു പരിക്കോ ഒരു തീപ്പൊരിയോ പോലും ഉണ്ടാകാതെ സുന്ദരമായിട്ടുള്ള വളരെ സ്മൂത്തായിട്ടുള്ള ലാൻഡിങ്. ഇങ്ങനെയുള്ള വട്ടത്തിൽ കറങ്ങലുകളൊന്നും ഉണ്ടായില്ല. പക്ഷെ നേരെ സ്മൂത്തായിട്ടൊരൊറ്റ പോക്കാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ എമർജൻസി ലാൻഡിങ് ചെയ്ത പൈലറ്റിനെ ശാസിക്കുകയാണ് ചെയ്യുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ. ഉടനെ ഒരന്വേഷണവും ഇല്ല. കാരണം ദ ലാൻഡിങ് വാസ് സോ സ്മൂത്ത്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അടിയന്തര ലാൻഡിങ് വേണ്ടി വന്നത്? അവിടെയാണ് വാർത്ത. അതായത് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങൾ, അഷ്ടലക്ഷ്മികളെന്ന് പറയുന്ന 7 സംസ്ഥാനങ്ങൾ ചേർന്ന ആ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഒരു വിമാനത്തിന് ഇറങ്ങാൻ കഴിയുന്ന പാകത്തിൽ ഒരു ദേശീയ പാത ഉണ്ടായിരിക്കുന്നത്. ചൈനയോട് തൊട്ടടുത്ത് പണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ കേന്ദ്രത്തിലെ പ്രതിരോധ മന്ത്രിയുമായിരുന്ന AK ആൻ്റണി പറഞ്ഞത്, നമുക്ക് നോർത്ത് ഈസ്റ്റിലെങ്ങും ഒരു റോഡുമില്ല, ഒരു റോഡും നമ്മൾ നിർമ്മിച്ചിട്ടില്ല, കൺസ്ട്രക്ട് ചെയ്തിട്ടില്ല. അവിടെയുള്ള നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ അലംഭാവത്തിലാണ്, അപകടത്തിലാണ്. പാർലമെൻറ്റിൽ പറഞ്ഞ രേഖകളിലുണ്ട്. ആ സ്ഥലത്താണ് ഇന്ന് എമർജൻസി ലാൻഡിങ്ങിന് സൗകര്യമുള്ള റോഡ് ഉയർന്നു വന്നിരിക്കുന്നത്. ആ റോഡിലാണ് പോയി ലാൻഡ് ചെയ്തത് എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനം വേണമെങ്കിൽ നിമിഷങ്ങൾക്കകം അവിടെ ലാൻഡ് ചെയ്ത് വിമാനത്താവളത്തിലേക്കൊന്നും പോയി വട്ടം കറങ്ങാതെ നേരെ ചൊവ്വേ പോയിട്ട് നേരെ വന്ന് ലാൻഡ് ചെയ്തിട്ട് വേണ്ട സഹായങ്ങൾ, വേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ സജ്ജമാണ്. അതിനപ്പുറത്ത് നിന്ന് റഡാറിൽ കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ചൈനീസ് സൈന്യം ഒന്ന് അമ്പരുന്നു. ചേടോ, ഇത് ഇന്ത്യ, ഇതൊക്കെ എന്താ ഇത് സംഭവിക്കുന്നതെന്ന്. അതേ, നേതൃത്വം മാറി. ഇപ്പോൾ പടനായകനായിട്ടുള്ളത്, രാഷ്ട്രമേധാവിയായിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും പ്രധാനമന്ത്രിയല്ല. ദുർബലന്മാരായി ചൈനയുടെ പട്ടാളം വരുമ്പോൾ പിന്തിരിഞ്ഞോടാൻ പറയുന്ന പ്രധാനമന്ത്രിമാരല്ല. അവരെ നിങ്ങൾക്ക് യുക്തമായ രീതിയിൽ നേരിട്ടുകൊള്ളൂ എന്ന് പറയാൻ പ്രാപ്തിയുള്ള പ്രധാനമന്ത്രിയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഇതുപോലുള്ള സന്നാഹങ്ങൾ കൊടുത്തുകൊണ്ടാണ്. അതിനിടയ്ക്ക് റഫാൽ വിമാനവും അവിടെ വന്നിറങ്ങിയിട്ട് പോയി. ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾക്കെല്ലാം അവിടെ ഇറങ്ങാനുള്ള
സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു റോഡാണ്, പബ്ലിക് പോകുന്ന റോഡ്. ആ റോഡിൽ തന്നെ യുദ്ധവിമാനങ്ങളും വന്നിറങ്ങുന്നു. എന്തൊരു അത്ഭുതമാണിത്! ഈ അത്ഭുതമാണ് അവിടെ പ്രധാനമന്ത്രി പ്രോദ്ഘാടനം ചെയ്തത്. അഷ്ടലക്ഷ്മികൾ എന്ന് പറയുന്ന സംസ്ഥാനത്ത് നെഹ്റുവിനോ ഇന്ദിരാഗാന്ധിക്കോ നരസിംഹ റാവുവിനോ ഒന്നും കഴിയാത്ത, മൻമോഹൻ സിംഗിന് പോലുമോ കഴിയാത്ത അത്ഭുതം, ഇനിയുണ്ട് അത്ഭുതം. അതിനുശേഷം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത് ഒരു പാലമാണ്. ആ പാലത്തിൻ്റെ പേർ കുമാർ ഭാസ്കർ വർമ്മ പാലം. പേര് കേട്ടാൽ തോന്നും ഏതെങ്കിലും കേരളീയനാണ് എന്നല്ലേ? അങ്ങനെയുള്ള പേരുകൾ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലും വർത്തമാനത്തിലും ധാരാളമുണ്ട്. ഭാസ്കർ വർമ്മ ഏത് കൊട്ടാരത്തിലെയാണെന്ന് നമ്മൾ വിചാരിക്കും. കിളിമാനൂർ കൊട്ടാരത്തിലെയാണോ, അതോ തിരുവിതാംകൂർ കൊട്ടാരത്തിലെയാണോ, കവടിയാർ കൊട്ടാരത്തിലെയാണോ, പത്മനാഭപുരം കൊട്ടാരത്തിലെയാണോ? ഒന്നുമല്ല. ഇദ്ദേഹം അസംകാരനായിരുന്നു. അഹോം എന്ന് പറയുന്ന അസം. പക്ഷേ അദ്ദേഹത്തിൻ്റെ 7-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ആ രാജ്യം ഭരിച്ചിരുന്നത്. 7-ാം നൂറ്റാണ്ടിൽ ഭരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പേര് കാംരൂപ്. അസമിന് എപ്പോഴും അങ്ങനെ ഒരു പര്യായമുണ്ട്, കാംരൂപ്. ആ ഒരു രാജ്യത്തിൻ്റെ തലവനായിരുന്നുകൊണ്ട് ഏറ്റവും ധീരമായ രീതിയിൽ വൈദേശിക ആധിപത്യങ്ങളെ ചെറുത്ത ഒരു രാജാവിൻ്റെ പേരാണ് കുമാർ ഭാസ്കർ വർമ്മ. അതാണ് ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ഇന്ത്യ പുതുതായിട്ട് അവിടെ നിർമ്മിച്ച പാലം. ഈ പാലത്തിന് പല പ്രത്യേകതകളുമുണ്ട്. ഒന്ന്, അതിനപ്പുറത്തുള്ള പ്രദേശത്തേക്ക് ഈ നാട്ടുകാർക്ക് പോകണമെങ്കിൽ പണ്ട് വേണ്ടി വന്നിരുന്നത് 70 മിനിറ്റാണ്. ഇപ്പോൾ കേവലം 7 മിനിറ്റ് കൊണ്ട് ഈ പാലത്തിലൂടെ അവർക്ക് അവിടെ എത്താൻ കഴിയുന്നു. വലിയ പാലം. അതാണ് അതല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. ആ പാലത്തിൻ്റെ ഉദ്ഘാടനം ചെയ്തു. ആ പാലത്തിന് ഒരു പ്രാധാന്യമുണ്ട്. കാരണം ചൈനയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ പാലത്തിനപ്പുറത്തേക്ക് നമ്മൾ ഈ 60 മിനിറ്റ് എടുത്തു 70 മിനിറ്റ് എടുത്തു ഒന്നും പോകേണ്ട കാര്യമല്ല. പാലത്തിലൂടെ കേവലം 7 മിനിറ്റ് കൊണ്ട് അങ്ങ് എത്തും. അവിടെങ്കിലും ഒരു അട്ടിമറി നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സ്മൂത്തായിട്ട് അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള സംരംഭം. ഇനി ബ്രഹ്മപുത്ര നമ്മൾ ബ്രഹ്മപുത്ര എന്ന് വിളിക്കുന്ന നദിയെ ചൈന അങ്ങനെയല്ല വിളിക്കുന്നത്. അത് അവരുടെ നദിയാണ് എന്നുള്ള അവകാശവാദവുമായിട്ടാണ് ചൈന നടക്കുന്നത്. അതും കൂടി നമ്മൾ ഓർക്കണം. ആ ചൈനയ്ക്കിട്ട് ഒരു നല്ല പാലം വലിക്കാനാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എളുപ്പമൊന്നും ഇങ്ങോട്ട് കടന്നു വരാൻ അവർക്ക് പറ്റാത്ത തരത്തിലുള്ള ഒരു പാലം കൂടി, ഒരു 1.5 പാലമാണ്. അതായത് ഈ ഭൂകമ്പത്തെ പോലും ചെറുക്കാൻ സമർത്ഥമായിട്ടുള്ള ഒരു പാലം, അതിന് കഴിവുള്ള ഒരു പാലമാണ് അവിടെ കുറുകെ നിർമ്മിച്ചിരിക്കുന്നത്. ഭൂകമ്പങ്ങളെ ചെറുക്കുന്നു, അതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന ഇനി എന്തെങ്കിലും ഒരു അട്ടിമറി നടത്തിയ പാലം പൊളിക്കാൻ ശ്രമിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല കേട്ടോ, ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. അസാമിൽ നിന്ന് വളരെ അകലെയല്ല ബംഗ്ലാദേശിൻ്റെ അതിർത്തികൾ. അതുവഴിയാണല്ലോ ഏതാണ്ട് 19 ലക്ഷം ബംഗ്ലാദേശികൾ അവിടേക്ക് കുടിയേറി അവിടെ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബംഗ്ലാദേശ് എന്തെങ്കിലും കളിക്കാൻ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ BNP ഇന്ത്യയുമായിട്ട് ചേർന്ന് പോകാനാണ് സാധ്യത. BNPയുടെ പ്രധാനമന്ത്രി 16-ാം തീയതി തീരുമാനമായിട്ടില്ല. അവിടെ ജമാഅത്തെ ഇസ്ലാമി പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ കള്ളത്തരങ്ങൾ നടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനുള്ള പുറപ്പാടാണെന്ന് അറിയില്ല. എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കോൺസെൻട്രേഷനാണ് ആസാം അതിർത്തിയിലുള്ളത്. അവർ എന്ത് പരിപാടി കാണിച്ചാലും അങ്ങോട്ടും എത്താൻ വേണ്ടി പാകത്തിലാണ് ഈ 2 സംവിധാനങ്ങളും ഉള്ളത്. ചൈന മാത്രമല്ല ലക്ഷ്യം എന്നർത്ഥം. അതുകൊണ്ട് ഇത് ഇങ്ങോട്ട് കയറി കളിക്കാൻ വന്നാൽ തിരിച്ചു കൊടുക്കാൻ തന്നെയുള്ള സംവിധാനങ്ങളാണ്. അല്ലാതെ കേവലം ഒരു തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടല്ല. ഇന്ത്യയുടെ ഭാവിയുടെ സുരക്ഷാ സംവിധാനമാണ് പ്രധാനമന്ത്രി മോദി. അങ്ങനെയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയാണ്, നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വാഴ്ത്തുപാട്ടലല്ല ഇത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള ഒരു ആരാധികനല്ല. വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നു. ഇത് മനസ്സിലാക്കാൻ കഴിയില്ലാഞ്ഞിട്ടാണോ, അതോ സ്വയം ജോർജ് സോറോസിൻ്റെ ഇന്ത്യയിലെ ഏജൻ്റ് ആയതുകൊണ്ടാണോ എന്തോ ഇതൊന്നും കാണാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് ദൗർഭാഗ്യവശാൽ നമുക്കുള്ളത് എന്നുള്ള കാര്യം കൂടി ഇവിടെ ഞാൻ ഓർമ്മിച്ചു പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.